ഇപ്പൊ ആ സ്പോട്ടിൽ മാർക്കിയ സ്പോട്ടിലേക്ക് വണ്ടി എന്റെ ഒന്ന് കവർ ചെയ്യട്ടെ, എന്റെ കവർ ചെയ്യട്ടെ വണ്ടിയുടെ ഒരു ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം ദൗത്യ സംഘം രഞ്ജിത്താണ്. ഇല്ല, നമുക്ക് രക്ഷാദൗത്യത്തിൽ പരിചയസമ്പന്നനായ രഞ്ജിത്ത് ചെയ്തോണ്ടിരിക്കുന്നത്. ഒന്നും മാറി ഒന്നും ഇല്ല. പിന്നെ പോയിന്റിലേക്ക് നോക്കാണ് ഇപ്പൊ മെഷീനറീസ് ആവശ്യം വിട്ടു. സിഗ്നൽ പോയിന്റിലേക്ക് എങ്ങനെയാണ് ഈ മഴയും സിഗ്നൽ കാണിച്ച സ്ഥലത്ത് അതിന്റെ ചുറ്റുവളം എല്ലാം നോക്കുക. നമ്മൾ ട്രയാങ്കിൾ സർക്കിൾ ഷേപ്പ് ഒന്നും അടയാളപ്പെടുത്തിയിട്ടുണ്ട് GPR. അതെല്ലാം നോക്കുകയാണ്. മെഷീനറി ആവശ്യം വീണ്ടും മെഷീനറി കുറെ വരുന്നുണ്ട്. ഈ മെഷീനറി പോലെയല്ല. മെഷീനറി ഇപ്പൊ നമുക്ക് ഓവറായിട്ട് വെച്ച് ഇടിക്കാൻ പറ്റത്തില്ല, കാരണം വീണ്ടും കൊളാപ്സ് ആവും. നമ്മളിപ്പോൾ അതിനകത്ത് മാനുവലായിട്ട് ഇതിന് കഴിയുമ്പോൾ മുകളിലേക്ക് കയറി സെർച്ചിന് വേണ്ടി നിൽക്കുകയാണ്. നമ്മളിതിന്റെ ലൊക്കേഷൻ എടുത്തുകൊണ്ട് ഈ പോകുന്ന ഈ ആംഗിൾ വെച്ച് കർവ് വന്നിട്ടുണ്ട്. കർവിൽ ഇതിന്റെ അകത്തേക്ക് വണ്ടി പാർക്ക് ചെയ്ത് ഒതുക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ പോസിബിൾ ആയിട്ടുള്ള ചാൻസ് ആണ്. ഒരു കാരണവശാലും നദിയിൽ പോയിട്ടില്ല. NDRF നേവി എല്ലാം അത് ശരി വെക്കുന്നുണ്ട്. നമ്മുടെ സജഷൻ തന്നെ പിന്നെ ഈ ലാൻഡ് ഏരിയ തന്നെ ഇതുണ്ടെന്നുള്ളതാണ് നമ്മുടെ ഒരു 100%. ഇപ്പൊ ശരിയായ ദിശയാണ്. ഞാൻ വന്ന 2:30 സ്റ്റാർട്ട് ചെയ്യുന്ന ശേഷം കളക്ടർ പ്രഷർ ചെയ്ത് ഈ സ്ഥലത്തേക്ക് ഇരിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. വഴിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് മാറ്റി ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇത് മാക്സിമം ട്രൈ ഔട്ട് ചെയ്യാണ്. ഇല്ല, സൈന്യം ബ്രീഫ് ചെയ്യുന്നാൽ ഇങ്ങനെ നമ്മൾ ബ്രീഫിംഗ് ചോദിച്ച കാര്യം ഇത്ര ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ബ്രീഫിംഗ് ആവശ്യപ്പെടും. എന്തായാലും നമ്മൾ പോകുന്ന ഇല്ല. ഇപ്പൊ തൽക്കാലം ഈ മിഷനറി മതി. നമ്മൾ ആദ്യം ഒരു പ്ലാൻ A നടപ്പാക്കുവാണ്. അതില്ലെങ്കിൽ പ്ലാൻ B പ്ലാൻ C പോകും. എത്ര കാരണം ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, ആർമി വരുന്ന 40 സംഘം വരുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കുറച്ചുകൂടെ നമുക്ക് ഊർജ്ജമായി കാര്യങ്ങളിൽ ഊർജ്ജമാവും. നമ്മൾ ചെയ്യുന്നത് മാക്സിമം ഒക്കെ ഞാൻ പറഞ്ഞില്ലേ, ഉറക്കമില്ല മൊത്തം. ഇന്നലെ തന്നെ അർജുന കുടുംബത്തൊക്കെ പറയാനുള്ളത് അത് ഞാൻ ഒരു സന്നദ്ധ സ്വയമായിട്ട് ഇറങ്ങിയ ഒരാളാണ് ഞാൻ. ജില്ല അതുകൊണ്ട് SP ഇന്നലെ ആദ്യമേ ചെറിയ വരുന്നത്, പിന്നെ സർട്ടിഫിക്കേഷൻ കാര്യങ്ങൾ ഇത്ര ദൗത്യങ്ങൾ ചെയ്ത് കണ്ടപ്പോൾ ആൾ പുള്ളി ഹാപ്പിയായി. ഇന്നലെ വന്നല്ലേ അതിനകത്ത് ഫുൾ ഉണ്ടാകും. പൂർണ്ണ സഹകരണമാണ് കളക്ടർ എല്ലാം പൂർണ്ണ. ഇന്നലെ രാത്രി 8 മണിക്ക് തെരച്ചിൽ നിർത്തി. ആ ഘട്ടത്തിൽ രഞ്ജിത്ത് ഇവിടെ ഉണ്ടായിരുന്നു. ADGP ഉൾപ്പെടെ ഇവിടെ വന്നിരുന്നു, സംസാരിച്ചിരുന്നു. അതെന്താണ് പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ? ഇവിടെ കാലാവസ്ഥ നമ്മുടെ ഈ എല്ലാം ബ്രീഫ് ചെയ്ത പുള്ളിക്ക് അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ആണ്. നമ്മളിൽ പോകുന്ന കാര്യങ്ങൾ അതിന്റെ രീതിയിൽ തന്നെ നമ്മൾ ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് സാറ്റിസ്ഫാക്ഷൻ ആണ്. നമ്മൾ ഈ മഴ നിങ്ങൾക്ക് കാണുന്നത് വിട്ട് മഴ പെയ്യാണ്. ആ കിടക്കുന്ന ചാലുകൾ വരെ നമുക്ക് വളരെ ഈ ചാലുകൾ വിട്ട് വരുന്നില്ല. അത് വളരെയധികം ബുദ്ധിമുട്ടാണ്. നമ്മൾ മാധ്യമങ്ങൾ സംസാരിച്ചാൽ അദ്ദേഹത്തിന്റെ ഈ ദൗത്യ ഇടപെടലുകൾ നടത്താൻ കഴിയില്ല എന്നതാണ് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ ദൗത്യ സംഘത്തിലേക്ക് വിട്ടു നൽകണം എന്നതാണ്. അത് നമ്മൾ തീർച്ചയായിട്ടും അത് നമ്മൾ പറയുന്നത് അനുസരിക്കേണ്ടതുണ്ട്. കാരണം അദ്ദേഹം ഈ ദൗത്യ സംഘത്തിലെ പ്രധാനപ്പെട്ട ഒരാളാണ്. ഇപ്പോൾ ദൗത്യ സംഘത്തിലെ പ്രധാനപ്പെട്ട അദ്ദേഹമാണ് സംസാരിച്ചത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ നമ്മുടെ പ്രധാനപ്പെട്ട പ്രതിസന്ധികളിലൊക്കെ തന്നെ ഈ രഞ്ജിത്ത് ഇസ്രയേൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ജിതിൻ അർജുൻ്റെ ഭാര്യ സഹോദരനാണ് ജിതിൻ എന്തെങ്കിലും പറയാനുണ്ടോയെന്ന് അറിയാം. രഞ്ജിത്ത് ഇസ്രയേൽ അതുപോലെ പെട്ടിമുടി ദുരന്തത്തിലും ഒക്കെ തന്നെ രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ പരിചയസമ്പന്നനാണ് രഞ്ജിത്താണ് ശരിക്കും ശരിയായ ദിശയിലല്ല കാര്യങ്ങൾ പോകുന്നതെന്ന് ആദ്യം പറഞ്ഞത്. ഇപ്പോൾ കാര്യങ്ങളെല്ലാം ശരിയായ ദിശയിൽ പോകുന്നു എന്നാണ് രഞ്ജിത്ത് ഇസ്രയേൽ പറയുന്നത്. പല പ്രതിസന്ധി ഘട്ടങ്ങളിലും ഇപ്പോൾ ജിതിൻ അർജുനൻ്റെ അടുത്ത ബന്ധുവാണ്. ജിതിൻ സംസാരിക്കുന്നു. ഇന്ന് രാവിലെ ഡിലേ ആയിട്ടുണ്ട്. എന്താണ് അത് ഇവിടെ അവർ പറഞ്ഞിരിക്കുന്നത് കളക്ടർ എത്തിയതിന് ശേഷം മാത്രമേ അവർക്ക് സസ്പെക്ട് ചെയ്ത ഏരിയയിലേക്ക് മണ്ണ് എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതിപ്പോൾ ഞങ്ങൾക്ക് അതിലൊരു പേടി തോന്നി. അപ്പം തന്നെ ഞങ്ങൾ കളക്ടറെ വിളിക്കുകയും കേരളത്തിലെ MVD ഉദ്യോഗസ്ഥർ കളക്ടറെ വിളിക്കുകയും അതിൻ്റെ വെർബലി അപ്രൂവ് കിട്ടിയതിന് ശേഷമാണ് അവർ ഈ വർക്ക് എടുക്കാൻ തുടങ്ങിയത്. ഇപ്പം ഈ മണ്ണ് നീക്കം, ഈ ചളിയും മണ്ണ് നീക്കം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അവർ പറയുന്നത് ഇന്നലെ ലഭിച്ചിട്ടുള്ള ഒരു പോയിന്റിലേക്ക് എത്താൻ ഇത് ആദ്യം ഈ ചളികൾ പൂർണ്ണമായി വലിയ കുന്നുപോലെ നിൽക്കുകയാണ്. അത് നീക്കം ചെയ്യണമെന്നാണ് അവർ പറയുന്നത്. അതെ അത് നീക്കം ചെയ്യണം. അതാണ് ഞങ്ങൾ തുടക്കം മുതൽ ഈ പ്രവൃത്തിയാണ് ഞങ്ങൾ തുടക്കം മുതൽ ആവശ്യപ്പെടുന്നത്. ഇവിടെ മണ്ണെടുക്കണം എന്ന് ഞങ്ങൾ വന്നതിന് പിറ്റേന്ന് മുതൽ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇന്നലെ രാത്രി മുതലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. സൈന്യം എത്തിയാൽ കുറച്ചുകൂടി ഇത് വേഗത്തിലാവും, ഒരു ദ്രുതഗതി ആവല്ലേ പ്രതീക്ഷിക്കുന്നു. തന്നെ സൈന്യം എത്തിച്ചേരുന്നാണ് ലഭിക്കുന്നത്. ഓക്കെ പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. SKN ആ രീതിയിൽ തന്നെയാണ് ഈ ഇത്തരത്തിൽ സൈന്യം എത്തിയാൽ ഇതിൽ കൂടുതൽ ഒരു ദ്രുതഗതി ഉണ്ടാകും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ഇതിന്റെ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാം, ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാം എന്ന് തോന്നുന്നു. SKN വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലാണ് ഈ രക്ഷാപ്രവർത്തനം ഉള്ളത്. ഇപ്പോൾ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ
വളരെ ഇപ്പോൾ ഈ ചളികൾ നീക്കി ഈ സൈന്യം എത്തിച്ചേർന്നാൽ അതിനുശേഷം ഈ സൈന്യം പൂർണ്ണമായും ഈ രക്ഷാപ്രവർത്തനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കും. ഇപ്പോൾ രഞ്ജിത്ത് പറഞ്ഞതുപോലെ നിലവിൽ ഇന്നലെ ലഭിച്ചിട്ടുള്ള ആ സിഗ്നൽ ഉണ്ട്. ആ സിഗ്നൽ വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. ഇന്നലെ തന്നെ ആ രക്ഷാപ്രവർത്തനം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് അവിടെ ഒരു മെറ്റൽ കണ്ടന്റിന്റെ സാന്നിധ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഒരു നിഗമനത്തിലാണ് ഈ സൂറത്ത് കൽ NIT-യിലുള്ള വിദഗ്ധ സംഘം ഉൾപ്പെടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ സിഗ്നൽ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും ഇന്നത്തെ തെരച്ചിലെന്ന് ജില്ലാ പോലീസ് മേധാവി ഇന്നലെ തന്നെ നമ്മോട് വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ രക്ഷാപ്രവർത്തനം ഫുൾ ഫോക്കസ് ചെയ്യുന്നത് ആ സിഗ്നൽ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് എന്നാണ് നമുക്ക് ഇപ്പോഴും ഇവിടുന്ന് ലഭിക്കുന്ന വിവരം. അതായത് നിലവിൽ ആ ഒരു പോയിന്റിലേക്ക് എത്തണമെങ്കിൽ അത് കുറച്ചുകൂടി ഉയരത്തിലാണ്, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഏകദേശം അത് കുറച്ചുകൂടി ഉയരത്തിലാണ് ആ ഒരു പോയിന്റ് ഉള്ളത്. ആ പോയിന്റിലേക്ക് എത്തണമെങ്കിൽ സ്വാഭാവികമായും അതിനു മുന്നിലായി ഇങ്ങനെ കൂടി നിൽക്കുന്ന, അതായത് കുന്നുകൂടി നിൽക്കുന്ന ഈ ചെളികൾ നീക്കം ചെയ്യണം. അതാണ് ഇവർ ആദ്യഘട്ടം തന്നെ ആവശ്യപ്പെട്ടത്. ആ ചെളികൾ പൂർണ്ണമായി നീക്കം ചെയ്തതിനു ശേഷം ആ ഒരു പോയിന്റിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയും എന്ന ഒരു കാര്യം ബന്ധുക്കൾ ഉൾപ്പെടെ ആദ്യഘട്ടത്തിൽ പറഞ്ഞത്. എന്നാൽ ആദ്യഘട്ട രക്ഷാപ്രവർത്തനത്തിൽ അവർ അതിലേക്ക് കടന്നിരുന്നില്ല. അതുകൊണ്ട് ഇത് കൂടുതൽ മഴ പെയ്ത് ഇത് വലിയൊരു ചളിക്കുണ്ടമായി മാറി എന്ന കാര്യമാണ് പറയുന്നത്. എന്തായാലും നമുക്ക് വളരെ പ്രതീക്ഷയോടെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ചെളി നീക്കുന്ന പ്രവൃത്തി കഴിഞ്ഞ് സൈന്യം എത്തിക്കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ നമ്മുടെ രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള മലയാളികളായിട്ടുള്ള മറ്റ് ഈ രക്ഷാപ്രവർത്തക ദൗത്യ സംഘത്തിലെ അംഗങ്ങൾ അവരെല്ലാം ചേർന്ന് NDRF-ഉം SDRF-ഉം എല്ലാ സംവിധാനങ്ങളും ചേർന്ന് ഇന്ന് നമുക്ക് അർജുനെ കണ്ടെത്താനാകും, ആ ലോറി കണ്ടെത്താനാകും, മറ്റ് മനുഷ്യജീവനുകൾ ഈ മണ്ണിനടിയിലുണ്ട് എന്ന് കരുതുന്ന മറ്റ് മനുഷ്യജീവനുകൾ കണ്ടെത്താനാകും എന്ന പ്രതീക്ഷ തന്നെയാണ്. അരുൺ പൂപ്പറമ്പ, ഞാനൊരു കാര്യം പറയുകയാണ്. നമ്മുടെ KP ഷിലു ഒരു യൂട്യൂബ് പ്രേക്ഷകനുമാണ്. MLA പറഞ്ഞിട്ടാണല്ലോ നിങ്ങൾ മാധ്യമപ്രവർത്തകരെ മുഴുവൻ കയറ്റിവിട്ടത്. അതുകൊണ്ട് അവർക്കൊരു ശല്യമാകരുത്, രക്ഷാപ്രവർത്തനത്തിന് ശല്യമാകാതെ മാധ്യമപ്രവർത്തകർ നിൽക്കണം എന്ന് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു. ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഒരു ആത്മനിയന്ത്രണം പാലിക്കാൻ മറ്റു മാധ്യമപ്രവർത്തകർക്കും കഴിയുന്നുണ്ടോ? എന്താണ് ലേറ്റസ്റ്റ് വിവരങ്ങൾ? SK ഇപ്പോൾ മാധ്യമപ്രവർത്തകർ പൂർണ്ണമായും ഇവിടെ ഈ ദൗത്യ സംഘം അവർ ഈ ബന്ധപ്പെട്ട പോലീസുകാർ പറയുന്നതനുസരിച്ച് അവരുടെ പ്രവൃത്തി നടക്കുന്ന കുറെ മാറി നിന്ന് ഒരു ലെയറായി നിന്നുകൊണ്ടാണ് ഈ ദൃശ്യങ്ങൾ പകർത്തുകയും വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത്. ആരും തന്നെ അങ്ങോട്ട് കടന്നു ചെല്ലുകയോ നമ്മൾ എന്തെങ്കിലും ഒരു എക്സ്ക്ലൂസീവ് എടുക്കാൻ ഇവിടെ വന്നതല്ല. നമ്മൾ ഈ വാർത്ത, അതായത് വളരെ പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുന്ന ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുക എന്ന വളരെ ആത്മസംയമനത്തോടെ. ഈ അരുണിന്റെ ജീവനാണ് നമുക്ക് ഏറ്റവും പ്രധാനം. ദൗത്യ സംഘത്തിന് യാതൊരു കാരണവശാലും ഒരു അലോസരം ഉണ്ടാക്കാൻ മാധ്യമപ്രവർത്തകർ ചെയ്യാൻ പാടില്ല എന്ന് മാത്രമല്ല, മറ്റ് രണ്ടുപേർ കൂടി ഈ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന 100 മീറ്ററോളം ഉയരത്തിൽ കിടക്കുന്ന ഈ മൺകൂനയിൽ നിന്ന് അരുണിനെ ജീവനോടെ രക്ഷിച്ചെടുക്കുക എന്ന ശ്രമകരമായ ജോലിയാണ് ദൗത്യസംഘം ഏറ്റെടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഈ അർജുൻ ഇസ്രയേലിൻ്റെ കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. കാരണം രഞ്ജിത്ത് ഇസ്രയേലിൻ്റെ കാര്യം എടുത്തു പറയണം. ഈ രഞ്ജിത്ത് ഈ ദൗത്യസേനയിൽ അദ്ദേഹം സ്വയമേ വോളണ്ടറിയായി പോയി ചേർന്നതാണ്. 2013 പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാകും, ഉത്തരാഖണ്ഡിൽ നടന്ന മേഘവിസ്ഫോടനത്തിൽ അദ്ദേഹം രക്ഷാദൗത്യമായി പോയിരുന്നു. അതുപോലെ 2018 നമ്മളെ നടുക്കിയ ആ വലിയ പ്രളയമില്ലേ, ആ പ്രളയകാലത്ത് അദ്ദേഹം സ്വന്തം ജീവൻ പണയം വെച്ചിട്ടാണ് ഈ പ്രളയത്തിൽ ദൗത്യ രക്ഷയ്ക്കായി ഇറങ്ങിയത്. അതുപോലെ കവളപ്പാറയിലെ ഉരുൾപൊട്ടൽ 2019 അദ്ദേഹം ഉണ്ടായിരുന്നു. 2020 പെട്ടിമുടിയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിലും അദ്ദേഹം രക്ഷാപ്രവർത്തനത്തിന് എത്തിയിരുന്നു. അതുപോലെ 2021 ഉത്തരാഖണ്ഡിലെ മഞ്ഞുമല ഇടിഞ്ഞുണ്ടായ തപോവൻ ടണൽ ദുരന്തത്തിലും ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ദൗത്യസംഘം എത്തിയിരുന്നു. കഴിഞ്ഞ വർഷം നവംബറിൽ ഉത്തരാഖണ്ഡിലെ ചാർധാം തീർത്ഥാടന പാതയിലെ തുരങ്കത്തിലും ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. 40 തൊഴിലാളികളെ രക്ഷിക്കാനുള്ള അതിതീവ്രമായ അപകടം പിടിച്ച ദൗത്യത്തിലും ഈ മലയാളിയായ രഞ്ജിത്ത് ഇസ്രയേൽ ചേർന്നിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഈ രഞ്ജിത്ത് ഇസ്രയേൽ അവിടെ എത്തിയിരിക്കുകയാണ്. രഞ്ജിത്ത് ഇസ്രയേൽ തീർച്ചയായിട്ടും നമ്മുടെ എൻകൗണ്ടർ പ്രൈമിൽ പങ്കെടുത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തെയാണ് പ്രേക്ഷകർ ദൃശ്യത്തിൽ കാണുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹം സ്വയമേ തീരുമാനിച്ച് അദ്ദേഹം എൻകൗണ്ടർ പ്രൈമിൽ പറഞ്ഞതുപോലെ ഞാൻ ഷിരൂരിലേക്ക് പോവുകയാണ്, കർണാടകത്തിലെ ഷിരൂരിൽ മണ്ണിനടിയിൽ കിടക്കുന്ന അർജുനെ കണ്ടെത്താനായി പോവുകയാണെന്ന് പറഞ്ഞിട്ടായിരുന്നു അദ്ദേഹം അങ്ങോട്ട് യാത്ര തിരിച്ചത്.